പോയി. ആ റെഡിയായോ? പോട്ടെ. നോക്കി പോണം കേട്ടോ. ചേച്ചി ഇല്ലാത്തതാ. അതൊന്നും കുഴപ്പമില്ല. ഞാൻ കിച്ചണിൽ കൂടി കൂട്ടും. ശരി. ബൈ. ബൈ ബൈ. മീരേ, എന്താ അമ്മേ? എങ്ങനെയുണ്ട് ഇപ്പൊ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എനിക്ക് ടൗണിൽ കുടുംബശ്രീന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ പോട്ടെ. നിനക്കിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മ പോയിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഉറപ്പല്ലേ? ആ. എന്നാ ഞാൻ പോയിട്ട് വേഗം വരാം കേട്ടോ. എന്തെന്നെ വിളിക്കണേ? ആ വിളിക്കാം. എന്നാ കിടന്നോ. എന്റെ ഫോൺ എവിടെ? അല്ലേ ഫോണിലേക്ക് നോക്കണ്ട, തലവേദന എടുക്കും. ഹലോ റിയ, നീ എവിടെ? എടാ, ഞാനൊരു കാര്യം പറയാണ്ട് വിളിച്ച. ഞാനിന്ന് തിരിച്ച് ദുബായിലേക്ക് പോവാം. പെട്ടെന്നെടുത്ത തീരുമാനമൊന്നുമില്ല. ഞാൻ കുറച്ച് ദിവസമായില്ലേ നിന്നോട് പറയുന്നു. എന്നാ ഞാൻ വിളിക്കാം. നീ വർക്ക് കഴിഞ്ഞിട്ട് സമയം കിട്ടുമ്പോൾ തിരിച്ചു വിളിക്കേ. ആ ഓക്കെ. പോയാലോ? ഇന്ന് കുറച്ച് വെറൈറ്റി ആണല്ലോ. രസമുണ്ടോ? ആ കുഴപ്പമില്ല. കുഴപ്പമില്ലാന്നേ ഉള്ളൂ. ആ കുഴപ്പമില്ല. എന്നാ പോവാം. ഒരു 5 മിനിറ്റ് താ. എന്തിനേ? ഞാൻ ഈ ഡ്രസ്സ് മാറ്റിട്ട് വരാം. എന്റെ പൊന്നോ, ഞാൻ വെറുതെ പറഞ്ഞതാ. നല്ല രസമുണ്ട്, വാ. ശരിക്കും? ആടി, നിന്നെയൊക്കെ എന്തിട്ടാലേ രസമില്ലാത്തേ? നീ എന്തിട്ടാലും ബ്യൂട്ടിഫുൾ അല്ലേ? എന്റെ ഈശ്വര, ഇങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടിയത് എന്റെ ഭാഗ്യ. അതെന്താ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എയറിൽ കയറ്റുന്നതുകൊണ്ടേ. നീ വരുന്നുണ്ടോ? എനിക്ക് മടിയാവുന്നു. എനിക്ക് പിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഓഫീസിൽ പോവാൻ. നീ വാ, പോവാതെ വേറെ വഴിയില്ലല്ലോ. നടക്ക്. വാ. നീവാൻ ചേട്ടൻ വിളിച്ചില്ലല്ലോ. തിരക്കിലായിരിക്കുമല്ലേ? ആയിരിക്കും. ഇല്ലെങ്കിൽ എന്തായാലും വിളിക്കേണ്ടതല്ലേ. തൊണ്ടാണ് വേദന എടുത്തിട്ട് വയ്യ. ചേട്ടൻ വിളിക്കുന്നുണ്ടല്ലോ. സ്പീക്കറിലിടാം. ഹലോ ചേട്ടാ. ഹലോ. പറഞ്ഞോ. എന്തേ? പനി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ചേട്ടൻ എവിടെയാ? ഞാൻ റൂമിലാ. കഴിഞ്ഞോ മീറ്റിംഗ്? ഇല്ല, തുടങ്ങാൻ മുന്നുള്ളൂ. ഫുഡ് എന്തെങ്കിലും കഴിച്ചോ? കഴിച്ച്. ചേട്ടനോ? ഞാൻ കഴിച്ചില്ല, കഴിക്കണം. മഴ ഉണ്ട്, പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. ശരി. സൗണ്ടൊക്കെ എന്തോ പോലെ ഉണ്ട്. അത് പനിച്ചിട്ടാ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ചെറിയൊരു തൊണ്ടവേദന ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മേനെ അപ്പത്തന്നെ വിളിക്കണേ. അല്ല അർജുനെ വിളിച്ചോ? ശരി. ചേട്ടൻ എപ്പോഴാ തിരിച്ചു വരുന്നേ? ഞാൻ ഒരാഴ്ച കഴിയൂടാ. നേരത്തെ വരാൻ പറ്റൂല? എന്തിനാ നേരത്തെ വന്നിട്ട്? അല്ല, മിസ് ചെയ്ത്. എന്നെ നിനക്ക് മിസ്സൊക്കെ ചെയ്യും. വേഗം വരാൻ നോക്കാട്ടോ. ശരി. എന്നെ കിടന്നോട്ടോ. ഫോണിൽ ഇങ്ങനെ കളിക്കണ്ട, തലവേദന എടുക്കൂ. ഓക്കെ, ഞാൻ വിളിക്കേ. ശരി. ആരും ഉണ്ടാവില്ല അവസാനം. ചേട്ടൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഐ മിസ് യു ചേട്ടാ. തൊണ്ടവേദന എടുത്തിട്ട് വയ്യ. കുറച്ചേരം കിടക്കട്ടെ. അർജുനെ, ഞാൻ ഓടിക്കട്ടെ വണ്ടി? അതിന് നിനക്ക് ഡ്രൈവിംഗ് അറിയോ? പിന്നെ എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്. ലൈസൻസ് ഉണ്ടായിട്ട് കാര്യമില്ല കുട്ടാ, ഓടിക്കാൻ അറിയണം. എനിക്ക് അറിയാം, ഞാൻ ഓടിക്കട്ടെ? അല്ല, കുറച്ചു കാലം കൂടി കഴിഞ്ഞിട്ട് ഓടിച്ചാൽ മതിയോ? അതെന്താ? അല്ല, എനിക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടേ. അർജുനെ പ്ലീസ്. ശരി. ഞാൻ ഓടിക്കാം. എന്റെ ഈശ്വര, എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ എന്താ മോനെ വിചാരിച്ചത്? നോക്കിയും കണ്ടൊക്കെ പോ. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതുകൊണ്ട് നീ ഒന്ന് ഹാൻഡ് ബ്രേക്കിൽ പിടിക്കുന്നത് നല്ലതായിരിക്കും. ഡീഡി പെണ്ണേ, നിന്നെ വിശ്വസിച്ചിട്ടാട്ടോ കാർ ഞാൻ ഏൽപ്പിച്ചേ. പട്ടൊന്നും ചെയ്യല്ലേ, സജന എന്നെ കൊല്ലു. അതൊന്നും പറയാൻ പറ്റൂല. ഇവിടെ നോക്കി 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 അയ്യോ, ഇറങ്ങി നോക്ക്. ചേടാ, മോളെന്തും പറ്റിയോ? ഇല്ല. എന്താ? ചേച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അനു, കരണ്ട, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല. അനു, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കരണ്ട കേട്ടോ. റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോ നോക്കി ക്രോസ് ചെയ്യണം കേട്ടോ. മോളെ വീട് എവിടെയാ? വീട് അറിയൂല. എന്തിവിടെ? ട്യൂഷന് പോയി വരുന്ന വഴിയാ. അമ്മേന്റെ അച്ഛന്റെ നമ്പർ അറിയോ? അമ്മയും അച്ഛനും ഇല്ലല്ലോ. അയ്യോ, ആണോ? എന്നെ എന്റെ ആന്റിയാ കൂട്ടാൻ
ആണോ? ആന്റി വന്നിട്ട് ചേച്ചി പോവാട്ടോ. ചേച്ചിന്റെ പേരെന്താ? അനന്യ. പേടിക്കണ്ട കേട്ടോ. ആദു. അത് അവളെ ആരെങ്കിലും ആണോ? ചേച്ചി എന്നെ കൊണ്ടുപോകലെന്ന് പറ. എന്ത്? വാ ഇവിടെ. അർജുനെ, ആരത്? ആർക്കറിയാം? ആന്റി വരാനല്ലേ പറഞ്ഞത്? ചേച്ചി ഇത് വെച്ചോ. അനു, നീ എന്താ വിറക്കുന്നേ? നീ അങ്ങോട്ട് വാ, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? നീ വാ, ഞാൻ പറയാം. വാ. അതിനു മുന്നേ ഇതെന്താ? നിന്നോട് വെച്ചോളാനല്ലേ അവള് പറഞ്ഞേ? എന്താ നോക്ക്. എന്റെ അമ്മേ, എനിക്ക് തീരെ വയ്യ. നീവാൻ ചേട്ടനെന്ന് വിളിച്ചാലോ? എന്തായാലും വിളിക്കാം, എനിക്ക് തീരെ വയ്യ. ഹലോ, നീവാൻ ചേട്ടാ എവിടെയാ? എന്താ മീര നിനക്ക് വേണ്ടത്? എനിക്കിവിടെ വേറെ പണിയുണ്ട്. നിന്നെ പോലെ വെറുതെ ഇരിക്കലല്ല. അത് പിന്നെ ചേട്ടാ, എനിക്ക് തീരെ വയ്യ. ഒന്ന് വരാൻ പറ്റുമോ? പിന്നെ നിനക്ക് വയ്യാണ്ടാകുമ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകലാണല്ലോ എന്റെ പണി. ഞാൻ കുറച്ച് തിരക്കാ, ഒന്ന് വെച്ചിട്ട് പോയേ. ഹലോ. വെച്ചോ, എനിക്ക് തീരെ വയ്യ. ഇതാരെയാ വിളിക്കുന്നേ? ഇച്ചേട്ടൻ എന്തിനാ എന്നെ വിളിക്കുന്നേ? എന്റെയും ആവശ്യത്തിനായിരിക്കൂലേ? എടുക്ക. ഹലോ. ഹലോ, എന്താ കിച്ചേട്ടാ? മീര നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റേണ്ടാണോ? സൗണ്ടൊക്കെ എന്തോ പോലെ. എനിക്കൊരു കുഴപ്പമില്ല. ചേട്ടനിപ്പോ എങ്ങനെ വിളിച്ചേ? മീര, നീ സത്യം പറ, നിനക്ക് എന്താ പറ്റിയത്? പനിയാ? അതെ, നല്ല പനിയാ. ഇനി എന്താ? വീട്ടിലാരെയുണ്ടോ? ഇവിടെ ആരുമില്ല. ആരുമില്ലേ? ആന്റി എവിടെ പോയി? അമ്മ പുറത്തു പോയതാ. ചേട്ടാ, ഞാൻ പിന്നെ വിളിക്കാം, എനിക്ക് തീരെ വയ്യ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഡോർ തുറക്കണം കേട്ടല്ലോ. ചേട്ടൻ ഇങ്ങോട്ട് വരണ്ട. ചേടാ, കട്ടാക്കി. ഞാൻ എന്താ ചെയ്യണ്ടേ? എന്താണ്? എടാ, നീ ഇങ്ങനെ വിറക്കല്ലേ? നീ എന്താ പറയാനുള്ളത് വെച്ചാ പറ. അർജുനെ, എനിക്കെല്ലാം ഓർമ്മ ഉണ്ട്. എന്ത്? എന്തെന്ന് പറ. നമ്മള് ഇപ്പൊ നിർത്തിയില്ലേ, ആ സ്ഥലത്തായിരുന്നു എന്റെ അച്ഛനും അമ്മയ്ക്ക് ആക്സിഡന്റ് ആയത്. ശരിക്കോ? അതെ. എനിക്ക് ആ കൊച്ചിനെ ഹഗ് ചെയ്തപ്പം എന്തൊക്കെയോ ഫ്ലാഷ് പോലെ. നീ ആ പേപ്പർ എന്താന്ന് നോക്കിയോ? ഇല്ല. അതെടുത്ത് നോക്കെന്താന്ന്. അത് ഓഫീസിൽ പോയിട്ട് നോക്കിയാ പോരെ? അവിടെ എത്തിയിട്ട് നോക്കാം. നീ ഇങ്ങനെ വിറക്കല്ലേ? എനിക്ക് എന്തൊക്കെയോ ആവുന്നു. എനിക്ക് ആ കൊച്ചിനെ എവിടെയോ കണ്ടു പരിചയമുള്ള പോലെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എനിക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും എന്റെ മൈൻഡിൽ തോന്നിയൊരു കാര്യ. എന്താ? നിന്റെ അനിയത്തിനെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ഇനി അതെങ്ങാനും അതിന് ചാൻസ് ഉണ്ടോ? എനിക്കങ്ങനെ ഫീൽ ചെയ്ത്. അത് മാത്രല്ല അർജുനെ, ആ ലേഡി വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോയില്ലേ, അപ്പൊ അവള് എന്നെ കൊണ്ടുപോലെ എന്ന് പറയാൻ പറഞ്ഞ്. ഇതെല്ലാം കൂടി ജോയിൻ ചെയ്യുമ്പം എനിക്ക് ഫസ്റ്റ് എന്തോ തോന്നിയിരുന്നു. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ? ഞാനില്ലേ, ഞാൻ സെറ്റാക്കി തരാം, പോരെ? നീ അർജുന എന്റെ ആ ഒരു സമാധാനം. ഇതാരാണ്? കിച്ചേട്ടനായിരിക്കും. എനിക്കൊന്നിനും വയ്യ. എന്തായാലും ഇപ്പൊ ഡോർ തുറക്കാം. മീര നോക്കി. മീര എങ്ങനെയുണ്ട്? എനിക്ക് വയ്യ. നല്ല പനിയുണ്ടല്ലോ, നടക്കാൻ പറ്റുമോ? എനിക്ക് വയ്യ ചേട്ടാ. നടക്കണ്ട, ഒരു മിനിറ്റ്. മെഡിസിൻ എടുത്തിട്ടെ. ഞാൻ കഴിച്ചു ചേട്ടാ. ഫുഡ് കഴിച്ചോ? ഇല്ല. എന്നാ കിടന്നോട്ടോ. എന്റെ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ. കിച്ചണിലുണ്ട് കേട്ടോ. എന്തൊരു ലാഗാണ് ഇയാളെ കാരെ പിടിച്ച് ബോസാക്കി. ഒരു പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന സാധനമില്ല. എന്നാലും വല്ലാത്തൊരു ഗതികേടാ എന്റത്. എന്റെ ഭഗവാനെ, ഇവനോ? ഹായ് മിസ്റ്റർ സജിൻ. എന്റെ മുന്നിൽ തന്നെ അവസാനം വന്ന് പെട്ടല്ലോ. നീ എന്താ ഇവിടെ? എന്റെ കമ്പനിയിൽ വന്നിട്ട് ഞാൻ എന്താ ഇവിടെയെന്നോ? നിന്റെ കമ്പനിയോ? യാ ഓഫ് കോഴ്സ്. എന്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ നീ ആയിരിക്കും ആ പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കാൻ വന്ന ആളല്ലേ? അതെ. സംസാരിക്കും, ഞാൻ കേൾക്കാം. അതിനു മുന്നേ നമ്മളെ പ്രൊജക്ടിന്റെ കാര്യം ഒന്ന് തീരുമാനാക്കണം. നമ്മളേത് പ്രൊജക്റ്റ്? അബൌട്ട് മിസ് ചിന്മയ. അവളെ പറ്റി എന്ത് പറയാനാ? അന്ന് എല്ലാം തീരുമാനിച്ചു വെച്ചതല്ലേ. നീ അവളെ കല്യാണം കഴിക്കാൻ പോവായിരിക്കും അല്ലേ? ആണെങ്കി മോനെ സജിനെ, ഞാനിപ്പോ ഈ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നീ എനിക്ക് അവളെ തരണം. നീ അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്നവളെ ഡാഡിയോട് പറയണം. എനിക്ക് പറയാൻ സൗകര്യമില്ല.
എടാ എടാ നിനക്ക് നാണുണ്ടോ? ഞാൻ പ്രേമിച്ച പെണ്ണ് അവൾ എന്നെയും പ്രേമിച്ചിട്ടുണ്ട്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നതിന് അത് മുടക്കാൻ നടക്കുക. ശേഷേ സോ ഷെയിം ഓഫ് യു. ഡാടാടാ എന്തേ ഒന്നില്ലെങ്കിൽ ഒരു കമ്പനീന്റെ ഓണറല്ലേ, ആ ഒരു മര്യാദയെങ്കിലും കാണിച്ചൂടെ? ഒരു ഇച്ചിരി ബുദ്ധി ആ സൈഡിൽ കൂടെയെങ്കിലും പോയാൽ മതിയായിരുന്നു. സജിനെ സ്റ്റോപ്പ് ഇറ്റ്. ഇനി നീ പറ. എടാ ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് അവളെ വേണം. എന്തിനി? കല്യാണം കഴിക്കാൻ വേറെന്തിന്? എന്നെ ചിരിപ്പിക്കല്ലേ മോനെ കുട്ടാ. നീ ഈ പ്രോജക്റ്റിന്റെ കാര്യം സംസാരിക്കേ. നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ അക്സെപ്റ്റ് ചെയ്യ്, അല്ലെങ്കിൽ റിജക്ട് ചെയ്യ്. എന്നാ എനിക്ക് ഇവിടുന്ന് പോവാ. നീ അങ്ങനെ പോണ്ട. നിനക്കിപ്പോ അവിടെ പോയിട്ട് അവളെ കാണാനില്ലേ? പക്ഷെ എന്റെ പൊന്നു മോനെ, എന്റെ ക്ഷമ നശിപ്പിക്കരുത് നീ. നിനക്ക് ഈ പ്രൊജക്ട് വേണോ വേണ്ടേ? ഞാൻ കുറച്ച് ആലോചിച്ചിട്ട് പറയാം. അങ്ങനെ ഇപ്പൊ നീ സുഖിക്കണ്ട. ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. എന്റെ ഈശ്വര, ഓരോ വള്ളി. കഴിക്ക്. എനിക്ക് വേണ്ട. ഞാൻ തരുന്നുണ്ടാ? പിന്നെന്താ? എനിക്ക് ഒന്നിനും ഒരു ടേസ്റ്റ് ഇല്ല. അത് പിന്നെ പനിച്ച അങ്ങനെ തന്നെയല്ലേ. കഴിക്ക്. ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. ചേട്ടൻ എന്തിനാ എന്നെങ്ങനെ നോക്കുന്നേ? എന്നുവെച്ചാ? എനിക്ക് പനിയാന്ന് പറഞ്ഞപ്പം ചേട്ടൻ എന്തിനാ വന്നത്? വരണ്ടായിരുന്നോ? പറ. ഞാൻ ഇന്നലെ ചേട്ടനെ റിജക്ട് ചെയ്തതല്ലേ, അപ്പൊ എന്നോട് ദേഷ്യമൊന്നുമില്ല? ഞാൻ നിന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഒരാളെ നമുക്ക് ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല ഇഷ്ടപ്പെടാൻ. പിന്നെ നിനക്കെന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും എനിക്ക് തന്നെ ഇഷ്ടമാണല്ലോ. പിന്നെ ഒരാൾക്ക് വയ്യാതാവുന്നൊക്കെ സാധാരണയല്ലേ. പിന്നെ ഇവിടെ ആരും ഇല്ലാന്ന് പറഞ്ഞപ്പം ഞാൻ വന്ന് നോക്കാന്ന് വിചാരിച്ച്, അത്രേ ഉള്ളൂ. ചേട്ടൻ എന്നെ പണ്ട് മുതലേ ഇഷ്ടാ? അതെ. എത്രാം ക്ലാസ് മുതലേ? എത്രാം ക്ലാസ് എന്നൊക്കെ ചോദിച്ചാ നീയും ചിന്നു എന്നാ പരിചയപ്പെട്ടെ? 5th സ്റ്റാൻഡേർഡ്. അതന്നെ. അപ്പൊ മുതൽ എനിക്ക് നിന്നെ ഇഷ്ടം. ശരിക്കും? അതെ. ഇതൊന്ന് കഴിക്കോ? അനു, എന്താ? നീ എന്ത് ഈ ആലോചിക്കുന്നേ? ഞാൻ ആ കുട്ടീനെ പറ്റി. കഴിഞ്ഞില്ലേ ഇത്? എടാ, എനിക്ക് എന്തൊക്കെ ഒരു ഡൗട്ട് അടിക്കുന്നു. നീ ആ പേപ്പർ എടുത്ത് നോക്കിയോ? നോക്കി. എന്തായാലും എന്തോ അഡ്രസ്സാ. ആ അഡ്രസ് എനിക്ക് നല്ലോണം അറിയാം, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല. നാളെ പോയി നോക്കിയാലോ? ആ അഡ്രസ്സിലോ? നീ ഒറ്റയ്ക്ക് പോണ്ട. ഞാൻ ഒറ്റയ്ക്ക് പോവില്ല, നീ വരണം. അത് നീ പോവാത്തെ? എനിക്ക് പേടിയാ. ചാവാണെ ഒരുമിച്ച് ചാവാ. ഒന്ന് പോടാ അവിടുന്ന്. എന്തോ ഒരു വശപശകുണ്ട് മോനെ. കണ്ടുപിടിക്കാം. നിന്റെ ലവർ എന്ത് പറയുന്നു? എന്തുറ്റി മീരേ? ചേട്ടാ, ഈ ലവില് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഞങ്ങൾ മാത്രം ചെയ്യേണ്ടതാണോ? ഞങ്ങളൊന്നും ഉദ്ദേശിച്ചത് ഐ മീൻ ഗേൾസ് മാത്രം? അല്ലല്ലോ. ഒരു റിലേഷൻഷിപ്പായ രണ്ടാൾ എഫേർട്ട് ഇടണ്ടേ? ഫോർ എക്സാമ്പിൾ, 1 മില്യന്റെ കൂടെ 0 മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 0. അതിപ്പം നമ്പർ കൂടിയാലും കുറഞ്ഞാലും 0ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 0 അല്ലേ കിട്ടുക? അതാണ് പറഞ്ഞത്. ഒരു ഭാഗത്തുനിന്ന് മാത്രം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. രണ്ടാൾക്കാർ എഫേർട്ട് ഇട്ടാലേ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുള്ളൂ. എന്തു പറ്റി ഇതൊക്കെ ചോദിക്കാൻ? ചേട്ടാ, എന്തേ? ഐ ആം സോറി. എന്തിന്? എന്തുപറ്റി? ചേട്ടാ, എനിക്ക് മറ്റവന് ഇഷ്ടല്ല. ആര്? അവൻ പറഞ്ഞു ഞാൻ ഭയങ്കര ഡിപ്പെൻഡീവ് ആണെന്ന്. വയ്യാതായ ഹെൽപ്പ് ചോദിക്കുന്നത് ഡിപ്പെൻഡീവ് ആണോ? അല്ല. എനിക്ക് അവനെ വേണ്ട ചേട്ടാ. പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്. മീര, നീ കരയല്ലേ? എന്നെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കോ, കാര്യങ്ങൾ അന്വേഷിക്കോ ഒന്നും ചെയ്യൂല. ഞാൻ പനിയാന്ന് പറഞ്ഞപ്പോ പോലും എന്നെ ഒന്ന് വിളിച്ചു പോലും നോക്കിയിട്ടില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? നീ കരയല്ലേ? നീ ആദ്യം അവനെ പറ്റിയൊന്ന് എന്നോട് പറ. പിന്നെ നിനക്ക് അവനെ ഇഷ്ടല്ലേ? ആണ് ചേട്ടാ, പക്ഷെ അവൻ ഭയങ്കര റൂഡാണ്. റൂഡെന്ന് പറഞ്ഞാ? റൂഡെന്ന് പറഞ്ഞാ ഞാൻ എന്ത് ഡ്രസ് ഇട്ടാലും എന്നെ ജഡ്ജ് ചെയ്യാ, എന്നോട് കോളേജിൽ പോണ്ടെന്ന് പറയാ. കോളേജ് പോണ്ടാന്നോ? നീയൊന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല, പിന്നെ നിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും പഠിപ്പിക്കാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞു. അവരാണോ തീരുമാനിക്കുന്നത് നീ പഠിക്കണോ പഠിക്കണ്ടേന്ന്? എനിക്കറിയില്ല ചേട്ടാ. റിലേഷനെ പറ്റി ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല. ചിന്നുവിനറിയോ? ഇല്ല, എനിക്കും ചേട്ടന് മാത്രമേ ഇപ്പൊ അറിയൂ. ഞാൻ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാൻ ചോദിക്കുക. നിനക്ക് ശരിക്കും അവൻ ഇഷ്ടമാണോ? ഇഷ്ടം എന്ന് പറഞ്ഞാ എനിക്കെന്തോ ഒരു ക്രഷ് പോലെയൊക്കെ തോന്നിയതാ, അല്ലാതെ. അപ്പോ ഇപ്പൊ അവന്റെ സ്വഭാവമൊക്കെ വെച്ച് നോക്കുമ്പോ നിനക്ക് എന്താ തോന്നുന്നേ? വേണ്ടായിരുന്നെന്ന് തോന്നുന്നു ചേട്ടാ. എനിക്ക് അവന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ? കാണിച്ചു തരാം. കാണിക്ക്. നിവാൻ? ചേട്ടനെ അറിയോ? ഇവൻ ആക്ടർ അല്ലേ?
അപ്പൊ സിനിമയിൽ മാത്രല്ലല്ലേ ഇവൻ ആക്ടിങ് ചെയ്യുന്നത്? ഒന്നുമില്ല. ജോലിനോട് ഭയങ്കര ആത്മാർത്ഥത പുലർത്തുന്ന ഒരാളാ. അതായിരിക്കും ചിലപ്പോ നീ വിളിച്ചപ്പോ വരാഞ്ഞത്. വീണ്ടും ചോദിക്കട്ടെ, നിനക്ക് ഇപ്പോഴും ഇവന് ഇഷ്ടാണോ? വേണ്ട ചേട്ടാ, എനിക്കിഷ്ടല്ല. ഉറപ്പല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട്. ഇവന് നിന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും അറിയോ? ഇതുവരെ അറിയില്ല, പക്ഷെ എന്നോട് ചോദിച്ചിരുന്നു. എന്ത്? പാസ്വേഡ്സ് ഒക്കെ. നീ കൊടുത്തില്ലല്ലോ. ഗുഡ്. നീ ഇനി അവനെ കോണ്ടാക്ട് ചെയ്യാനോ അവനെ വിളിക്കാനോ പോകരുത്, കേട്ടല്ലോ? ശരി. ഇനി ഈ വണ്ടീന്റെ ഡ്രൈവർ ഞാനാ. നിന്റെ അഭിനയം ഞാൻ നിർത്തിത്തരാം മോനെ. അല്ല, ഇങ്ങനെ തന്നെ കിടക്കാനാണോ പ്ലാൻ? സോറി. എന്തിന്? അല്ല, അങ്ങനെ കിടന്നേന്. അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ മുതൽ നീ കമ്മിറ്റഡ് അല്ലല്ലോ അല്ലേ? അല്ലെങ്കിൽ അല്ല, നമുക്കൊരു സ്കോപ്പ് ഞാൻ എവിടെയോ കാണുന്നു, അതാ. പിന്നെ ഭയങ്കര സ്കോപ്പാ. നീ ഒരു ചാൻസ് തന്നു നോക്ക്. തരൂല. നീ തരണ്ട, ഞാൻ പോവാ. എങ്ങോട്ട്? അമ്മ വന്നിട്ട് പോയാ പോരാ? ഓ എന്റെ മണ്ടൂസേ, അതല്ല പറഞ്ഞത്. പിന്നെ ഞാനിന്ന് ദുബായിക്ക് പോവും. അതെന്താ? ഞാനൊക്കെ ഇവിടെ നിന്നിട്ട് എന്തിനാ? എനിക്കാരുമില്ലല്ലോ. ഇവിടെ വേറെ ചിലവർക്കല്ലേ ആൾക്കാർക്ക് കുറെ ആൾക്കാരും ഒക്കെ ഉള്ളത്. ചേട്ടൻ എന്തൊക്കെയോ കുത്തി പറയുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിനക്ക് പതുക്കെ മനസ്സിലാവും. അതല്ല, ദുബായിക്ക് ഇന്നെന്തിനാ പോന്നേ? ഒരു മാസം ഇവിടെ ഉണ്ടാവും പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ നിന്നിട്ട് എന്തിനാ? ഇനിയിപ്പോ ചിന്നുവിന്റെ കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്കേ വരുണ്ടാവുള്ളൂ. അതിനു മുന്നേ ചേട്ടനൊരു കല്യാണം കഴിക്കണ്ടേ? അതിന് പെണ്ണ് സമ്മതിക്കണ്ടേ? എന്നാ പിന്നെ ഈ ജന്മത്തിലൊന്നും കെട്ടലുണ്ടാവില്ല. എന്താടി, എനിക്കൊരു ചാൻസ് താ പ്ലീസ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നീ പറ. ഒരു മാസം. ഒരു മാസം ഞാൻ എല്ലാം നോക്കും. എന്തു നോക്കാൻ? ചേട്ടന്റെ സ്വഭാവം, ആറ്റിറ്റ്യൂഡ്, പിന്നെ എന്നോടുള്ള കെയറിംഗ്, അതൊക്കെ നോക്കും. ബെസ്റ്റ്. ഞാൻ ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത്. ഞാൻ എന്തായാലും ഇന്ന് പോവും. പിന്നെ നീ എങ്ങനെ ഒരു മാസം നോക്കുക? ഞാൻ പോവണ്ടെന്ന് പറഞ്ഞാ പോവോ? അന്നങ്ങനല്ലേ പറഞ്ഞേ? എന്റെ മീര പറഞ്ഞാൽ ഞാൻ പോവാതിരിക്കുന്നു. അതൊന്ന് ഊരിലല്ലേ? എന്നാ നീ പറ പോവണ്ടാന്ന്. പോവണ്ട. പോവണ്ട? ഇങ്ങനല്ല, കുറച്ചുകൂടി ഫീൽ പറ. ഫീലോ? കുറച്ചുകൂടി സ്നേഹത്തോടെ പറ. മുതലെടുക്കുകയല്ലേ സജി? ചെറുതായിട്ട് നീ പറ, എന്നാ ഞാൻ പോവാതിരിക്കാം. അതിപ്പോ എങ്ങനെ പറയാ? ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഫീലോടെ സ്നേഹത്തോടെ പറ. കിച്ചേട്ടനെ ദുബായിക്ക് പോണ്ട. ഇത്ര സ്നേഹം മതിയാവോ? കുറവാണ്, എന്നാലും കുഴപ്പമില്ല. അയ്യടാ. എന്തേ നോക്കാൻ പാടില്ലേ? പാടില്ല. ഞാൻ നോക്കൂ. നിന്റെ നിവാൻ നിന്നെങ്ങനെ നോക്കിയിരുന്നോ? ഇടിക്കും ഞാൻ കേട്ടല്ലോ. എന്നാ ഒന്ന് ഇടുക്കി. ചേട്ടന് എന്താ പ്രശ്നം? എനിക്ക് നിന്നെ കെട്ടണം. പറ്റൂല. പറ്റുമല്ലോ. പറ്റൂലല്ലോ. കാണാം നമുക്ക് കേട്ടോ. കാണാം. എന്തി? സജൻ വിളിച്ചിരുന്നല്ലേ? വിളിച്ചിരുന്നു. അതാ ഞാനൊന്ന് വന്നു നോക്കാൻ വിചാരിച്ചു. അവനെന്നെ വിളിച്ചിരുന്നു. താങ്ക് യു ട്ടോ മോനെ. അതൊന്നും കുഴപ്പമില്ല. എനിക്ക് ഇവിടെ ചിന്നുനെ പോലെ തന്നെ അല്ലേ? തന്നെ. മോനെ പോവല്ലേ ട്ടോ, ഞാൻ ഈ സാധനം എടുത്തുതരാം. ആന്റി. ആന്റിനൊന്നും വിളിക്കണ്ട, അമ്മേനെ വിളിച്ചാൽ മതി. ശരി. എന്തേ? ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നോ? വിളിച്ചിരുന്നു. എന്നിട്ടെന്താ? എന്റെ അനിയത്തിനെ പൊന്നുപോലെ നോക്കിക്കോണേന്ന് പറഞ്ഞു. ചേട്ടൻ സത്യം പറ. എടി ശരിക്കും എന്നെ സജ്ജൻ വിളിച്ചിരുന്നു. അപ്പൊ നിങ്ങൾ ഒത്തു കളിക്കല്ലേ? ചെറുതായിട്ട്. ചേട്ടൻ ഇതൊക്കെ അറിയാം? കുറച്ചൊക്കെ. ഈശ്വരാ, അപ്പൊ ഇത് മതി ഇനി അവന് കളിയാക്കാൻ. ഇതൊക്കെ ഒരു രസല്ലേ? പിന്നെ വേറൊരു കാര്യം, ചിന്നുവിനെ പോലെയാ കാണുന്നതെന്ന് പറഞ്ഞു. അത് വെറുതെ പറഞ്ഞതാ. കള്ളൻ. നിന്റെ നിവാൻ. മുള്ളമ്പന്നി കളിക്കല്ലേ? നീയും തുടങ്ങി അങ്ങനെ വിളിക്കാൻ? തുടങ്ങി. നീ വിളിച്ചോ? അയ്യോ, ഇതെന്താ ആന്റി? ഇത് കുറച്ച് ചിക്കൻ കറിയാ. എന്റെ മരുമോക്കൊണ്ടേ കൊടുക്ക്. കൊടുക്കാലോ. കുറച്ച് നീ കഴിച്ചോ? ആയിക്കോട്ടെ. എന്നാ ശരി, പോട്ടെ. നോക്കി പോട്ടോ. ശരി. മീര, പോട്ടെ. പോയിട്ട് വാ.